എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ്. രാവിലത്തെ തിരക്കിനിടയിൽ സാമ്പാറിന് വറുത്തരയ്ക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണ്. നല്ല കൊഴുപ്പോട് കൂടിയ സാമ്പാർ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ അരയ്ക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം കൊഴുപ്പോട് കൂടി തന്നെ നമുക്ക് ഗ്രേവി കിട്ടും. ഇനി പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമായ ചേരുവകൾ നോക്കാം. അതിനായി 1.5 കപ്പ് മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി ഉണക്കിയെടുത്ത മല്ലിയാണ്. ഇനി ആവശ്യമുള്ളത് മുളകാണ്. മുളക് നമുക്ക് പകുതിയായിട്ട് എടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 12 എടുത്തിട്ടുണ്ട്. സാമ്പാറിന് നല്ലൊരു കളർ കിട്ടുന്നതിനായി കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു 15 എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് നന്നായി കഴുകിയെടുത്ത് വെള്ളം വാലാൻ വെച്ച കറിവേപ്പിലയാണ്. 4 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ അരി. ഏത് തരം അരി വേണമെങ്കിലും എടുക്കാം. 4 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കൂടി ഇടാം. എല്ലാം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മുളക് വറുത്തെടുക്കാം. മുളക് കരിയാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. മുളകിൻ്റെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെടുക്കാം. മല്ലി വറുത്തെടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവയും 1.5 ടീസ്പൂൺ കുരുമുളകും ഇടാം. നന്നായി വറുത്തെടുക്കാം. മല്ലിയുടെ കളർ ചെറുതായൊന്നും മാറണം. കറിവേപ്പിലെല്ലാം ക്രിസ്പി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയും. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടണം. അതാണ് അതിൻ്റെ പരുവം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി അടുത്ത പരിപ്പും അരിയും വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ചെറുതായി ചോക്കുമ്പോൾ എടുക്കാം. ഇതുപോലെ ഒരു പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 3-4 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ അരയ്ക്കേണ്ട ആവശ്യം കൂടിയില്ല. പരിപ്പുകളെല്ലാം ചോന്നിട്ടുണ്ട്. ഇതും എടുക്കാം. ഇനി ഇതിലേക്കൊരു പീസ് കായം കൂടി വറുത്തെടുക്കാം. അതിന് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള കായമാണ് എടുത്തിരിക്കുന്നത്. എല്ലാ സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ക്രിസ്പി ആയി കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് നന്നായി പൊടിഞ്ഞ് കിട്ടുള്ളൂ. റെഡി ആയിട്ടുണ്ട്. ഇത് കൊടുക്കാം. ഇതിന് പകരം കായപ്പൊടിയും ചേർക്കാം. ഒന്ന് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കല്ലുപ്പും. കല്ലുപ്പിട്ട് പൊടിക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം. എല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കാം. രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ച ശേഷം ബാക്കിയുള്ളത് ചേർക്കാം.
നല്ല ഫൈൻ ഫ്ലോറായി പൊടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ പൊടിച്ചെടുക്കണം. വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. കലർപ്പില്ലാതെ വളരെ ശുദ്ധമായ സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 3 മാസത്തേക്കുള്ള സാമ്പാർ പൊടി റെഡി.